പൾസർ സുനി ജയിലിൽ വെച്ചിട്ട് ദിലീപിന് എഴുതിയ കത്തിന്റെ സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് ജയിലിൽ നിന്ന് പൾസർ സുനി അയച്ച കത്ത്. 2 പേജ് ആണുള്ളത്. ലെറ്റർ നോക്കുക, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ നല്ല സ്റ്റേബിൾ ആണ്. ഒരേ തിക്നെസ്സിൽ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്നു. ഒരു വലിയതായിട്ട് ഡിസ്റ്റർബ്ഡ് ആകാതെ എഴുതിയ ഒരു ലെറ്റർ ആകാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. ഇതിനകത്ത് വെട്ടുകളില്ല, തിരുത്തുകളില്ല, ഒന്നും മാറ്റി എഴുതിയിട്ടില്ല, പേപ്പർ ഫില്ല് ചെയ്തിട്ടുണ്ട്, യാതൊരു വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാം. പക്ഷേ ഇത് അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജയിലിൽ കിടക്കുകയാണ്, ക്ഷീണിതരാണ്, പെയിൻഫുൾ ആയിട്ടൊക്കെ ഇരുന്ന് എഴുതുന്നതായിരിക്കാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒളിച്ചിരുന്ന് എഴുതുവാണ്, ബുദ്ധിമുട്ടി എഴുതി വിടുവാണെന്നൊക്കെ ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റേബിൾ ആയിട്ട് എഴുതാൻ പാടാണ്. ഈ ലെറ്ററിൽ ഫോൾഡിംഗ് മാർക്കുകൾ കുറവാണ്. 2 സൈഡ് നോക്കുക. അതിൽ ഒരു സൈഡിലുള്ള ഫോൾഡിംഗ് മാർക്കും രണ്ടാമത്തെ പേജിൽ കാണിച്ചേക്കുന്ന ഫോൾഡിംഗ് മാർക്കും 2 സ്ഥലത്താണ്. ഫോൾഡ് ചെയ്ത് വെക്കുന്ന ലെറ്റർ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ ആ ഫോട്ടോസ്റ്റാറ്റിലും ഫോൾഡിംഗ് മാർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4, 5, 6 മടക്കൊക്കെ ഇടത്തില്ലേ? അപ്പൊ അത്രയും മടക്കിടുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് മടക്കും. ക്രോസ് ചെയ്ത് മടക്കുമ്പോൾ ഒരു സെന്റർ പോയിന്റ് വരും. ഈ സെന്റർ പോയിന്റ് എന്ന് പറയുന്ന ഫോട്ടോസ്റ്റാറ്റിൽ ഒരു പോയിന്റ് പോലെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് വന്നിട്ടില്ല. സൈക്കോളജിക്കൽ അനാലിസിസ് 47 സെന്റൻസുകൾക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അല്പം ലെങ്തി ആയിട്ട് പോകും. സമയമുള്ളവർ കാണുക. ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണം എന്നുള്ളവർ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു